ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ ഈ ദിവസത്തിൽ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ തൻ്റെ 72 ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ ഒരുപിടി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഒരു നിർദ്ദേശമാണ് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. ഈ പറയുന്നതെല്ലാം യാത്രയ്ക്ക് വേണ്ട കരുതൽ നിക്ഷേപങ്ങളാണ്. അത് നീ കൊണ്ടുപോകരുത്. നിനക്ക് ആശ്രയിക്കാൻ മറ്റൊന്നും ഉണ്ടാകരുത്. ആശ്രയിക്കാൻ നിനക്ക് നിന്റെ ദൈവം മാത്രമേ ഉണ്ടാവൂ. നമ്മളൊക്കെ മിഷണറിമാരാ. വിശുദ്ധ കൊച്ചുരേസ്യ പുണ്യവതി പറയുക, എല്ലാവരും മിഷണറിമാരാ. അവൾ പറയുകയാണ്, ഒരു കർമ്മലേത്ത സന്യാസി, ക്ലോയിസ്റ്റേഡ് കോൺവെന്റിലെ ഒരു സന്യാസി എന്ന നിലയിൽ പോലും ഞാനും ഒരു മിഷണറിയാണ്. എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ദൈവത്തെ പകർന്നു കൊടുക്കും. എങ്ങനെയാ? എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്നേഹപ്രകടനങ്ങളിലൂടെയും എൻ്റെ മുമ്പിലുള്ള സാധ്യതകളിലൂടെയും ഞാൻ എൻ്റെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക. അത് ദൗത്യ. ആ പകർന്നു കൊടുക്കല് എൻ്റെ ദൈവത്തിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട്, മറ്റെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട്, അവിടെ അവൾ ദാരിദ്ര്യമൊക്കെ പുലുക, ഒന്നിലേക്കും സൃഷ്ടവസ്തുക്കളിലേക്കും നോക്കാതെ സൃഷ്ടാവിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവിക ചൈതന്യത്തിൽ മുന്നോട്ട്. അതുകൊണ്ട് അവൾ അഖില ലോക മിഷൻ മധ്യസ്ഥയായി തീർന്നു. ഇന്ന് ലൂക്കാസ് സുവിശേഷകന്റെ തിരുനാൾ ദിനം കൂടിയാണ്. ദൈവത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ട, ഈശോയുടെ സുവിശേഷം എത്തിക്കുവാനായിട്ട് ജീവിതത്തെ മാറ്റിവെച്ച ഒരു വലിയ വിശുദ്ധ. നമുക്കും ജീവിതത്തിൽ ഒരു വാശിയൊക്കെ വേണം. എൻ്റെ ക്രിസ്തുവിനെ ഞാനായിരിക്കുന്ന കൊച്ചു കുടുംബത്തിൽ, ഞാനായിരിക്കുന്ന സമൂഹത്തിൽ, എൻ്റെ ജോലി മേഖലകളിൽ എൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് ഞാൻ പകർന്നു കൊടുക്കും. എങ്ങനെ പകർന്നു കൊടുക്കുക? സ്നേഹത്തെ ചാലിച്ചുകൊണ്ട് പ്രതീക്ഷയോട് കൂടി പകർന്നു കൊടുക്കുക. അത് വലിയൊരു മിഷത്താവും. അത് നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, സാധിക്കുന്ന രീതിയിലെല്ലാം നിന്നെ പങ്കുവയ്ക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് അതിലുള്ള സന്തോഷം അനുഭവിച്ച് നിന്നെ പകർന്നു കൊടുക്കാൻ ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ. സർവ്വവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.